വിശദമായ വാർത്തകളിലേക്ക്. ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കേണ്ട കാര്യമില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അയ്യപ്പ വിരോധികളാണ് ഇതിനെ എതിർക്കുന്നത്. അനാവശ്യ ചർച്ചകൾ നടത്തി ശബരിമലയെ വിവാദ ഭൂമിയാക്കരുത്. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ചേർന്ന UDF ആഗോള അയ്യപ്പ സംഗമത്തിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയുടെ പ്രസക്തി ആഗോളതലത്തിൽ വരുത്തുവാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡും ഗവൺമെന്റ് തീരുമാനിച്ചുവെങ്കിൽ അതിനുള്ള തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അതിന്റെ ആരാണ് എതിർക്കുന്നത് വെച്ചാൽ അവര് അയ്യപ്പ വിരോധികളാണ്. കാരണം ഇടതുപക്ഷം കൊണ്ടുവന്നു എന്നുള്ളതിന്റെ പേരിൽ അതിന് എതിർക്കുന്നത് എന്തിനാണ്? ആര് പറഞ്ഞു എന്നുള്ളതല്ല, എന്ത് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ പറഞ്ഞ് ശരിയെങ്കിൽ അതിനുവേണ്ടി സഹായിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, 1200 ക്ഷേത്രങ്ങളില്ലേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ. അതിൽ 1000-നും മേലെയാണ്ട് 100-110 ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വയം പര്യാപ്തതയിലുള്ളത്. ബാക്കിയുള്ളതെല്ലാം അയ്യപ്പന്റെ കാശ് കൊണ്ട് മാത്രമാണ് ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ട്. ഇനി അയ്യപ്പ ഭക്തർ കൂടുന്നതോടൊപ്പം അയ്യപ്പ ഭഗവാനും വരുമാനം കൂടുകയും ഈ കാണുന്ന മറ്റ് 1000-ഓളം ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനും വരവിനും അവിടെ നിലനിൽപ്പിനും കൂടി സഹായകരമാണ്. മാത്രമല്ല കേരളത്തിന്റെ എന്തുമാത്രം ടാക്സ് ആയിട്ടും ഇതൊക്കെ വരുത്താൻ ശ്രമിച്ചതോടൊപ്പം അവിടെ വരുന്നവർക്ക് ഭൗതിക സാഹചര്യങ്ങൾ, ഭക്തർക്ക് താമസിക്കാൻ, വണ്ടി പാർക്ക് ചെയ്യാൻ ഉള്ള സൗകര്യങ്ങൾ കൂടി ഇന്നിപ്പോ വളരെ അപര്യാപ്തമാണ്. അതുകൂടി തയ്യാറാക്കാനുള്ള ഒരു മുൻകരുതലുള്ള കണക്കായി കൊണ്ട് വേണം ഈ ആളുകളെ വരുത്താൻ. അങ്ങനെ വരുന്ന ഭക്തർക്ക് സന്തോഷമായിട്ടും സുഖകരമായിട്ടും അയ്യപ്പ ദർശനം നടത്തിക്കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ഈ സംഗമത്തിലൂടെ ഉണ്ടാകുമെങ്കിൽ അത് വളരെ നല്ലത് തന്നെയാണ്.